എടാ ഒരു കുഞ്ഞു കഷ്ണം എടുക്കുക എന്നിട്ട് വായിൽ കേശു ഏട്ടന് വായിൽ വെച്ചു കൊടുക്ക്. ആ ഏട്ടന് വായിൽ വെച്ചു കൊടുക്ക്. രക്ഷേട്ടാ ഒന്ന് വായിൽ വെച്ചു. കാശൂട്ടൻ്റെ പിറന്നാൾ ദിവസത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറിയെല്ലാം കട്ട് ചെയ്തു. ഉള്ളി അരിയാലൊരു ടാസ്ക്കാണ് ഗൈസ്. ഉള്ളി അമ്മ ഇപ്പം ഇല്ല, അമ്മ മില്ലിൽ പോയിട്ടുള്ള പത്തലിന് വേണ്ടുന്ന അരി പൊടിപ്പിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു വേഗം ഞാൻ പോയി പൊടിപ്പിച്ചിട്ട് വരാം. ഞാൻ വിചാരിച്ചു മിക്സിൻ്റെ അകത്തുനിന്ന് പൊടിപ്പിക്കാമെന്ന്. അപ്പം അമ്മ പറഞ്ഞു വേണ്ട, കുറേ ടൈം എടുക്കും മിക്സിൻ്റെ അകത്തുനിന്ന്, ഞാൻ പോയിട്ട് വേഗം പൊടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ പോയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കൊരു സഹായമായി. ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ആദ്യം മിക്സി ജാറിലെല്ലാം ഇട്ട് പൊടിച്ചെടുക്കുമ്പോഴത്തേക്ക് ടൈം കുറേ പോകും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും അമ്മ കൂട്ടെ, ഇവിടെ അടുത്തായി മില്ല്. അപ്പോൾ അവിടെ പോയി അതൊക്കെ പൊടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ ഏകദേശം ഇത് സംഭവം സെറ്റാവും. കട്ട് ചെയ്ത് കുക്കിങ് കുറച്ച് കുഴപ്പമില്ല, ലേറ്റ് ആയാലും കുഴപ്പമില്ല, വൈകുന്നേരം ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ വേഗം ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ദയവ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ മാത്രം കണ്ടിട്ട് പോകാണ്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് കണ്ടതിന് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകാണ്ട് ആ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഒരുപാട് ആഗ്രഹത്തോട് കൂടിയിട്ട് തുടങ്ങിയൊരു സംഭവമാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. അപ്പോൾ അത് ഏകദേശം ഒന്ന് മിന്നി തുടങ്ങി. എന്നാലും കുറേ ഭാഗം വ്യൂസും കാര്യങ്ങളെല്ലാം കുറച്ച് കുറവെല്ലാം. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയായിരിക്കും. എന്നാലും എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിനി ബാക്കി കാര്യങ്ങളെല്ലാം വേഗം പൊരിക്കണം. അപ്പം ഞാൻ വേഗം തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാന്ന്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ എണ്ണയിൽ വഴറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ഉള്ളിയും തക്കാളിയും പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ട് കുക്കറിൻ്റെ അകത്ത് ഒരു വിസിലിൽ വേവിച്ചെടുത്തു. അപ്പം വേഗം തന്നെ അത് വഴണ്ട് കിട്ടും കേട്ടോ. വെള്ളമൊന്നും ചേർക്കാണ്ടാണ് വേവിക്കേണ്ടത്. അപ്പോൾ അത് നല്ലോണം വഴറ്റിയെടുക്കണം. ശേഷം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ മസാല പരത്തി വെച്ച ചിക്കനിലേക്ക് ഞാൻ അതൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് നേരെ അടുപ്പത്തേക്ക് കയറ്റി വെച്ചു. വഴറ്റി ഉണ്ടാക്കുമ്പോൾ അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ കൂടുതലും ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കൽ. എല്ലാം കൂടി വഴറ്റിയിട്ട് നമുക്കിനി ചിക്കൻ ഒന്ന് അടുപ്പത്ത് വെച്ച് നല്ലോണം വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ തേങ്ങ വറുത്തെടുക്കാനുണ്ട്. അപ്പം ഞാൻ തേങ്ങയിൽ നമ്മുടെ ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, കുരുമുളക്, പിന്നെ ജീരകം, കറുവപ്പട്ട അങ്ങനെയുള്ള മസാലകളെല്ലാം ചേർത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, ഒക്കെ ചേർത്ത് നല്ലോണം വറുത്തെടുത്ത് അരച്ചു. അതിനുശേഷം കറി അവിടെ ആക്കി കേട്ടോ. അതിനുശേഷം ഞാൻ പത്തൽ ഓരോന്നായി പടപടേന്ന് ചുട്ടെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ഞാൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് കൂടുതൽ ലെങ്തി ആയിട്ട് എടുക്കുമ്പോൾ വീഡിയോ കുറേ ലെങ്ത് ആവും. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, വേഗം എല്ലാം ഉണ്ടാക്കി വൈകുന്നേരമായി. അപ്പോഴത്തേക്കും ഞാൻ കുളിച്ച് എല്ലാം സെറ്റായി റെഡിയായി നിന്നപ്പോൾ കുഞ്ഞുമക്കൾ ഓരോരാളായിട്ടേ വരാൻ തുടങ്ങി. അപ്പോൾ ഞാനിത് കുളിച്ച് നമ്മുടെ സിറ്റ് ഔട്ടിൽ വരാന്തയിൽ ഇരിക്കുന്നു. അപ്പോൾ ദാ നമ്മുടെ ആൾക്കാരെല്ലാം എത്തിപ്പോയി. രണ്ട് കഴിക്കണ്ട മോനെ, അതിന്റെ മേലെ എന്തെങ്കിലും ഇത് വിരിക്കണം. അതിന്റെ മേലെ ഫുൾ പൊടിയുണ്ടടാ. കാശി അവിടെ വെക്ക്. ഹലോ, നിങ്ങൾ കുടിച്ചോ.
ഒരു ഹായ് പറഞ്ഞ ഹായ് ഹായ് എടാ ഒരു ഹായ് പറയടാ എല്ലാരും ഒരു ഇത് ഹായ് വേണ്ടടാ അതല്ല കട്ടിയല്ല രണ്ടാളും കൂടി കട്ടി യേശുവിനെ പിടിക്കേ പോയി കറങ്ങാൻ പോയി എടാ ഒരു കുഞ്ഞു കഷ്ണം എടുക്കുക എന്നിട്ട് വായിൽ കേശു ഏട്ടന് വായിൽ വെച്ചു കൊടുക്ക് ആ ഏട്ടന് വായിൽ വെച്ചു കൊടുക്ക് രജിഷേട്ടാ ഒന്ന് വായിൽ വെച്ചു ആക്കി കൊടുത്തേ വീഡിയോ പിടിക്ക് അമ്മക്കും കൊടുക്കും ഒരു കഷ്ണം ആ കേശുവിനും കൊടുക്ക് അമ്മമ്മക്കും കൊടുക്കും എന്നിട്ട് എല്ലാവർക്കും കൊടുക്കും അവനും കൊടുക്കും ഒരു കഷ്ണം അമ്മമ്മക്കും കൊടുക്കും ഒരു കഷ്ണം അച്ഛനും എന്നെ എല്ലാവർക്കും കേശു അങ്ങനെ പറയില്ല ഒന്ന് ഇത് ഓഫ് ആട്ടെ ഇതിനെ കൊണ്ട് മുറിച്ച് കഴിഞ്ഞാൽ കാശി അമ്മ അന്ന് വീഡിയോ എടുത്തേ മോനെ ആടെ വെക്ക് നമുക്ക് ഏട്ടന്മാർക്കെല്ലാം കൊടുക്കണ്ടേ ഫൈറ്റും ഉണ്ട് കേട്ടോ അതിന്റെ അകത്ത് മോനെ അങ്ങനെയല്ല അമ്മ പറഞ്ഞതല്ലേ നല്ല ക്യാമറയില് വന്ന് നല്ല ക്യാമറ അമ്മേനെ അടിക്കുന്നതെല്ലാം വന്നു ക്യാമറയില് കാശി ഒരു കളി കളിക്കല്ലേ ഇപ്പം കേസ് വരും അക്കായിട്ട് പോറില്ലേ ഇതാക്കും കേട്ടാ ആ നിവക്കും ഇവക്കും കൊടുത്തേ ഞാനത് ചെറുത് മേടിച്ചില്ല കേക്ക് ചെറുതാക്കിയതാ ഞാൻ അല്ലെ പിന്നെ മറ്റേതൊന്നും തിന്നാൻ കഴിയില്ല കേക്ക് തിന്നു ബാക്കി സാധനം ബാക്കിയായിരിക്കും ആ ബാക്കി സാധനം എല്ലാം ബാക്കിയായിരിക്കും അതാണ് എടുത്തവനെ. അപ്പം നമ്മുടെ കുട്ടപ്പന്മാരെല്ലാം ഇരുന്ന് കേക്കെല്ലാം കഴിച്ചു. അപ്പോൾ കേക്ക് ചെറുതാട്ടോ വാങ്ങിയത്. കൂടുതൽ വലുതാകുന്ന സമയത്ത് എന്താ വെച്ചാൽ അവർ ഫുഡ് കഴിക്കൂല. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് കേക്ക് വാങ്ങിയതുകൊണ്ട് എല്ലാവരും ഓരോ പീസ് എടുത്തു. അപ്പോൾ എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂൾ തുടങ്ങേണ്ട കുട്ടികളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നല്ല ഫുഡും അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി. പൊറോട്ട പെട്ടെന്ന് വാങ്ങിയതാണ്, പക്ഷെ പത്തിന് ഞാൻ ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ നല്ല ചിക്കൻ കറി ഉണ്ടായിന്. എൻ്റെ യൂട്യൂബ് ചാനലിൽ വരും കേട്ടോ നിങ്ങളെല്ലാം. ഒരു ഹായ് പറ പറയടാ. ഹായ്. നിങ്ങളെ ഫോണിൽ തന്നെ ഞാൻ എടുക്കുന്നത്, എൻ്റെ ഫോണിൽ മെമ്മറി ഇല്ല. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് പിന്നെ എല്ലാവരും കൂടി കളി തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് വേഗം പോകണ്ട, കുറച്ച് സമയം കളിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഓരോ ഭാഗത്ത് ഇരുന്ന് കളിക്കാനും വർത്താനം പറയാനെല്ലാം തുടങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രായം കാണുമ്പോൾ ശരിക്കും അസൂയ തോന്നുന്നുണ്ട്. കാരണം ഒന്നിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷനില്ല. എന്തൊരു സന്തോഷം അല്ലേ. കുഞ്ഞുമക്കളെ ആ ഒരു പ്രായം അതിന് നമുക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല അല്ലേ. അപ്പോൾ അവർ എല്ലാവരും ടോയ്സ് എല്ലാം എടുത്ത് ഓരോ ഭാഗത്തുനിന്ന് കളിക്കുന്നുണ്ട്. കുറച്ച് കുട്ടികൾ, വലിയ കുട്ടികൾ അവർ വർത്താനം പറയുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു കാശൂട്ടൻ്റെ പിറന്നാൾ ദിവസത്തെ വിശേഷങ്ങൾ. അതിന് ശേഷം ഇതാ മൂത്ത കേക്കുമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ മൂത്തിയും മക്കളും മൂന്നാളും കൂടി രാത്രി പെട്ടെന്നൊരു കേക്കും വാങ്ങി കേക്ക് മുറിക്കാനായിട്ട് വീട്ടിലെത്തി. അപ്പം മൂത്തേൻ്റെ വകി ഒരു കേക്ക്.
ഹാപ്പി ബർത്ത്ഡേ ടു യു. തെറിക്കല്ല ഭയങ്കര കഠിന പ്രയത്നത്തിലാണ്. ഇനി എടുക്ക് കൈകൊണ്ട് എടുക്ക്. ഒരു പീസ് കേസിന് കൊടുക്ക. ഓന് കൊടുക്കൊന്നും വേണോ? ഏട്ടന് കൊടുക്ക. മൂത്തൊക്കെ കൊടുക്ക. എല്ലാവർക്കും കൊടുക്ക. കുഞ്ഞു കുഞ്ഞു കഷ്ണം. അങ്ങനെ തന്നെ. ഫോട്ടോ എനിക്ക് സത്യാണ്. പൊട്ടാ പതിവിട്ടിന് കൊടുക്ക. എടാ വലത്തെ കൈ കൊണ്ടല്ലോടാ കൊടുക്കണ്ട. എടാ അടുത്ത കൈ കൊണ്ടാ മൂത്ത കൊടുക്കുന്നേ. പെണ്ണ് വായിലാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ പിറന്നാൾ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അപ്പോൾ കാശിക്ക് ഇത് 9 വയസ്സ് പൂർത്തിയായി കേട്ടോ. 9 വയസ്സ് 8 പൂർത്തിയായിട്ട് 9ാം വയസ്സിലേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.